പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാനേശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവികാനുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പിരുന്ന ഒരു ഇടവകയിലെ എല്ലാ വെള്ളിയാഴ്ച ശുശ്രൂഷകളിലും ഒരു കുടുംബത്തിൻ്റെ ആദ്യത്തെ കുഞ്ഞുണ്ടായ ഉദരത്തിൽ രൂപപ്പെട്ട ആ നിമിഷം മുതലേ ആ കുടുംബം നല്ല ജോലിയുള്ള കുടുംബമാണ്. ആ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഈ ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ ആത്മീയ അനുഗ്രഹത്തിനായി അവർ അവധിയെടുത്ത് വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് സ്ഥിരമായിട്ട് വരുമായിരുന്നു. അങ്ങനെ ഒരു 8-9 മാസത്തോളം അവരെ മുടക്കം കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും വന്ന് വരിക മാത്രമല്ല, വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് ശേഷം അവരെ കുടുംബം ഒരുമിച്ച് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉദരത്തിലെ കുഞ്ഞിനെയും ഹന്നാമ്പളം കൊണ്ട് വിശുദ്ധീകരിച്ചാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. ആ കുഞ്ഞിൻ്റെ മാമോദീസ നടത്തുന്നതിനായിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. ഞാൻ മാമോദീസ നടത്താനായിട്ട് പോയി. വികാരിച്ചനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം 2-3 മാസമായപ്പോഴേ ആ കുഞ്ഞിനെയും കൊണ്ട് ഈ മതതക്കന്മാർ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറയുകയായിരുന്നു, അച്ഛാ, എല്ലാ അർത്ഥത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത, അവർക്ക് ഇതിന് മുകളിൽ 2-3 കുഞ്ഞുങ്ങളൂടെ ഉണ്ട്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത ഈ കുഞ്ഞ് രൂപപ്പെട്ടു വരികയാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശാന്തമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു രോഗമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, മറ്റൊരു തരത്തിലും ഒരു കുഴപ്പവുമില്ല. മുമ്പ് മുതിർന്ന മക്കൾക്ക് അവർക്ക് അസ്വസ്ഥതയുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളും വന്ന് ഉദരത്തിലെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ പരിശുദ്ധാരൂപിയുടെ ശക്തിയാൽ, ദൈവികാനത്തിൻ്റെ ശക്തിയാൽ ആ ശുശ്രൂഷകളുടെയൊക്കെ ആ എല്ലാവിധ കൃപകളും ആ കുഞ്ഞിന് കിട്ടി. ആ കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത്ഭുതമായിരുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ ശാന്തമായിട്ട് ഒരു ദൈവക്കുഞ്ഞായി, ദൈവത്തിൻ്റെ ഛായയുള്ളൊരു കുഞ്ഞായി ആ കുഞ്ഞിനെ കൊണ്ടു നടന്ന ബാക്കിയുള്ള മുതിർന്ന കുഞ്ഞുങ്ങൾ പോലും എൻ്റെ മുറി കുറേ സമയം ഇരിക്കുമ്പോൾ അസ്വസ്ഥ കാണിച്ചെങ്കിൽ ഈ കുഞ്ഞ് വളരെ ശാന്തമായിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ കൂടി അതൊന്ന് ചർച്ച ചെയ്യുകയായിരുന്നു ഒരുമിച്ചിരുന്ന്. ഇതായിരുന്നു ദിവ്യഗാനത്തിൻ്റെ ശക്തി. അവർ സമയം കണ്ടെത്തി അല്ലെങ്കിൽ അവധിയെടുത്ത് കഴിയുന്നത്ര വെള്ളിയാഴ്ചകളിൽ വന്ന് ഉദരത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ അങ്ങനെ 8-9 മാസങ്ങൾ തന്നെ വന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ആ കുഞ്ഞ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ ശക്തി, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി, വാത്സല്യത്തിൻ്റെ ശക്തി അത് ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുകയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവരുടെ അനുഭവത്തോടുകൂടി, കാരണം അവരുടെ ജീവിതത്തിൽ സംശീകരിച്ച് സ്വന്തമാക്കിയ കുടുംബമാണ്. എന്നെയും അതിശയിപ്പിച്ചു. കാരണം ഇത്രമാത്രം കൃപകൾ ദൈവം തൻ്റെ ദിവ്യഗാനത്തിൻ്റെ ശക്തിയാൽ നൽകുമോ എന്ന്. കാരണം അത്രമാത്രം പ്രകടമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ വികൃതികളിൽ മാത്രം വിട്ടുപോകുന്നവരെ, ദൈവമൊന്നും വേണ്ട, അല്ലെങ്കിൽ തങ്ങളുടെ ജോലികളെ, പിന്നെ വല്ലപ്പോഴും ഞായറാഴ്ച മാത്രം ആചരണം നടത്തി മുമ്പോട്ട് പോകുന്ന കുടുംബം നയിക്കുന്ന മക്കൾക്ക് ഈ ഒരു അനുഭവം ഒരു പാഠമാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതിനും അവരെ ശുശ്രൂഷിക്കുന്നതിനും അവരെ വളർത്തുന്നതിനും കൊടുക്കേണ്ട എഫേർട്ട് ഒത്തിരി കുറഞ്ഞിരിക്കും. അതിനു മുമ്പ് അവരെ ദൈവത്തോട് ചേർത്ത് വളർത്തിയാൽ, ദൈവികാനത്തിൻ്റെ ശക്തിയാൽ വളർത്തിയാൽ, അവർക്കെന്നും ആശീർവാദം കൊടുത്ത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് കൊണ്ട് അവരെ രൂപപ്പെടുത്തിയിട്ട് അവരെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വരുവാൻ അനുവദിച്ചാൽ അത് വലിയൊരു വിജയവും സാക്ഷ്യവുമായിരിക്കും. നിങ്ങളെ ഇനിയല്ല, കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോകുന്ന പുതിയ ദമ്പതിമാരൊക്കെ പ്രത്യേകം ഇങ്ങനെ പരിശ്രമിച്ച് നോക്കൂ, പരീക്ഷിച്ച് നോക്കൂ, അല്ലെങ്കിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നോക്കൂ. സുന്ദരമായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ജെറമിയായുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അതെ, ഇങ്ങനെ പ്രവർത്തനമാണ് മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ നടന്നത്. ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇത്രയും വെള്ളിയാഴ്ചകളിൽ വന്ന് പ്രാർത്ഥന നേടിക്കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് രൂപപ്പെട്ട ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ആ ആശീർവാദം അത് ആ കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ പ്രവർത്തനം ഉണ്ടായത്. അത് തുടർന്നുള്ള ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ കാണുകയും ചെയ്യുന്നു. നമുക്ക് ഈ വലിയ ദൈവം തന്ന കൃപയ്ക്ക് ദൈവത്തോടൊത്ത് നന്ദി പറയാം. ഇതുപോലുള്ള അനുഗ്രഹത്തിനായിട്ട് ദിവ്യഗാനനാഥനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദിവ്യഗാനനാഥ, ഈ അനുഭവം അത് പങ്കുവെച്ചപ്പോൾ ശ്രവിക്കുന്ന മക്കൾക്ക് ഇത് അനുഗ്രഹവും അവരുടെ ജീവിതത്തിൻ്റെ പാഠവുമാകണം. അവരുമായിട്ട് ബന്ധപ്പെടുന്ന അവരിത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിനായി ആഗ്രഹിക്കുന്നു. എല്ലാ മക്കളെയും ആശീർവദിക്കണമേ. കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, നിൻ ദിവ്യശോഭയാൽ എന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാൽ എന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാൽ എന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.